ഹലോ ഗേസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിതമായിട്ടാണ് കുമരകത്തേക്കൊരു യാത്ര പോകുന്നത്. നമ്മൾ കോട്ടയത്തൊരു ഫംഗ്ഷൻ വന്നപ്പോൾ അവിടെ ജസ്റ്റ് എന്തെങ്കിലും കുറച്ചേ ഉള്ളൂ എന്ന് കുമരകത്തിന് പോയതാണ്. അപ്പം ഇത് തണ്ണീർമുക്കം ബണ്ടാണ്. ആ വണ്ടിയൊക്കെ ഇവിടെ സ്പോട്ടിൽ പോയിട്ട് പോകുന്നതിന് നമ്മളങ്ങനെ അകത്തോട്ട് കയറി. ആ കാണുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവധി സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സ്പീഡ് ബോട്ടുണ്ട്, ഹൗസ് ബോട്ടുണ്ട്. സയാനും വാപ്പായും കൂടെ കളിപ്പാട്ടം മേടിക്കുകയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ, ഒരുപാടില്ലേലും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നും പോയി നിൽക്കുന്നുണ്ട്, തിരക്കില്ലാത്ത. അങ്ങനെ സ്പീഡ് ബോട്ട് കണ്ടു. അപ്പോൾ എല്ലാവരും സ്പീഡ് ബോട്ടിൽ കിടന്നുകൊണ്ട് ബഹളമാണ്. നെഞ്ചിനകത്തൊരു ഇരിപ്പുണ്ട്, ആദ്യമായിട്ട് കയറുവാണ്. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. ജാക്കറ്റൊക്കെ ഉണ്ട്, ജാക്കറ്റൊക്കെ തന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കാണ്. ചേട്ടനോട് കയറുന്നതിന് മുമ്പേ പറഞ്ഞു, ചേട്ടാ സ്പീഡ് ബോട്ടിൽ കയറണമെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോയും ഫോട്ടോസും എടുത്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയേക്കുന്നത്. അയ്യാന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് പേടിയുണ്ട്, ജസ്റ്റ് പേടിയുണ്ട്. ഞങ്ങൾ ബലമായിട്ട് പിടിച്ച് കയറ്റിയതാണ്. അങ്ങനെ സ്പീഡ് ബോട്ട് എടുക്കാൻ പോവുകയാണ്. നമ്മൾ പേടിച്ച് കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. സ്പീഡ് ബോട്ടിൽ പോയപ്പോഴത്തേന് ഹൗസ് ബോട്ടൊക്കെ കഴിഞ്ഞ് അതിനകത്ത് ആൾക്കാരൊക്കെ നിൽക്കുന്ന കൈ കാണിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ഫോൺ വാങ്ങിച്ചു, അങ്ങനെ വീഡിയോ എടുക്കുവാണ്. ബോട്ടിൽ കയറുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. ആദ്യമായിട്ട് കയറുവാണ്. എന്നാൽ പറയാതിരിക്കാൻ നല്ലതുപോലെ നമ്മൾ എൻജോയ് ചെയ്തു. പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല അതിൽ. ബോട്ടിൽ കയറിയാൽ എല്ലാ സേഫ്റ്റിയും നമ്മളെ സേഫ്റ്റി നോക്കി അവർ ഓടിക്കുന്നത്. ഞങ്ങൾ 4 പേർ കയറിയത് 600 രൂപയേ ഉള്ളൂ. റേറ്റ് കുറച്ചുള്ള സ്പീഡ് ബോട്ടിങ്ങാണ് അവിടെ ഉള്ളത്. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തു. അവർക്ക് പേടിയായിട്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ചതാണ്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. ഓർക്കാപ്പുറത്ത് വന്നതായതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ ചിലപ്പം നമ്മൾ അവിടെ പോകണമെന്നൊക്കെ കരുതിക്കൂട്ടി നേരത്തെ ചെയ്താലും പോകാനും പറ്റുകയില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പറയാതിരിക്കുമ്പോൾ സൂപ്പറായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. അത് വീഡിയോ എടുക്കുന്ന എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട്. അയ്യാനൊക്കെ ആദ്യമായിട്ട് കയറുവാണേ. അത് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എടുത്ത് പോയി. അവിടെ പല സൈസുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമുകളുണ്ട്. അയ്യാനും അവിടെ നിന്നുകൊണ്ടൊരു ഊതുന്ന സാധനം വെച്ച് ഊതുവാണ്, ഭയങ്കര സൗണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ പറഞ്ഞു. ചേച്ചി അതെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചുറ്റുമുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ എടുക്കുന്നു. ഇവന്മാർ മാത്രമേ അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഐസ്ക്രീം എടുത്തു. കരിക്ക് കുടിക്കാനും കരിക്ക് ഐസ്ക്രീം. എടുത്തു കഴിഞ്ഞ് അവിടെ കുറേ കരിക്ക് വെട്ടി തന്നു കഴിക്കാനായിട്ട്. ജീവിതത്തിൽ നമുക്ക് യാത്രകൾ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. യാത്ര ചെയ്യാനും അത് ആസ്വദിക്കാനും പറ്റും.
അങ്ങനെ കായൽ കൂടെ കുറേ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ വന്നു. അടിപൊളി ഷാളൊക്കെ പറഞ്ഞു പോലെ നോക്കാം. പോകാം. അങ്ങനെ ഞങ്ങൾ കാണേണ്ട സ്ഥലം. അതെ, പറഞ്ഞു. സ്ഥലമാണ്, സ്വർഗമാണ്. ഞങ്ങൾ പോവാണ്. ഇല്ല, അതുങ്ങൾ രണ്ടും എന്തേ മുള്ളാൻ പോട്ട്. അങ്ങനെ അവിടുത്തെ ബോട്ടിങ്ങും ഐസ്ക്രീം തീറ്റിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കോട്ടയത്തു നിന്ന് കുറേ ദൂരമുണ്ട് കാഞ്ഞിരപ്പള്ളിക്ക്. അങ്ങനെ ഞങ്ങൾ വഴി സൈഡിൽ ആറിൻ്റെ തീരത്ത് ഒരു നാടൻ ചായക്കട കണ്ടു. അവിടെ കയറി നാടൻ ചായയും പഴംപൊരി, ഉള്ളിവട, ഉഴുന്നുവടയൊക്കെ ഉണ്ട്. അത് കഴിക്കാൻ ഓർഡർ ചെയ്തു. ആറിനോട് ചേർന്നുള്ള സ്ഥലമാണോ, അടിപൊളി സന്ദേശം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് പോയാണ്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ.